നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. നമ്മുടെ സൂപ്പർ ഫുട്ബോൾ താരം മെസ്സിക്ക് കേരള GST ഒരു റിക്കവറി നോട്ടീസ് അയച്ചാൽ എങ്ങനെ ഇരിക്കും? അതെ, മെസ്സിക്ക് ഇനി ആ ഒരു നാണക്കേട് മാത്രമേ മെസ്സിക്ക് ഒരുപക്ഷെ കേരളത്തെ പറ്റി അറിയാമായിരിക്കും. കാരണം ഈ ഒരു വിവാദം വന്നതുകൊണ്ട് മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ വലിയ വാർത്തയായിരുന്നു. കാരണം മെസ്സി അറിയാതെ മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കേരളത്തിലെ ജനതയെ ഒരു ടീം പറ്റിച്ചു എന്നാണ്. ആയിരുന്നെന്ന് അറിയില്ല, ഏതാ വ്യക്തികളാണോ സ്ഥാപനങ്ങളാണോ കേരളത്തിൽ ചിലർ മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറ്റിച്ചു. അതിൻ്റെ മെസ്സിയുടെ പേരിൽ മെസ്സി അറിഞ്ഞതുപോലും ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷേ കോടികൾ പിരിച്ചിട്ടുണ്ടല്ലേ. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് KN ബാലഗോപാലിൻ്റെ കീഴിലുണ്ടായിരുന്ന GST വകുപ്പ് അവരിതൊന്നും കണ്ടില്ല. മറ്റേ ഈ പൂച്ച പാൽ കുടിക്കുന്ന പോലെ ഇങ്ങനെ കണ്ണടച്ചിരിക്കുകയായിരുന്നു. ഇവർ ഈ പിരിവ് തകൃതിയായ പിരിവാണ്. നിസ്സാരം നമ്മുടെ നാട്ടിലെ കച്ചവടക്കാർ, ചെറുകിട വ്യാപാരികൾ, അവരൊക്കെ ഈ അവിടെ വരുമാനത്തിൻ്റെ ഒരു വിഹിതം GST അടയ്ക്കാതെ അല്ലെങ്കിൽ വരുന്ന ഉൽപ്പന്നത്തിൻ്റെ GST കൃത്യമായിട്ട് അടച്ചതായിട്ടുള്ള ആ വാർഷിക സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്താൽ അപ്പം റിക്കവറി അടക്കം അടിച്ച് കൈ കൊടുക്കും അല്ലേ. വലിയ ഫൈൻ. പിന്നെ അത് സെറ്റിൽമെൻറ്റിൽ ബോർഡിൽ വെക്കണം. ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഏത് വ്യാപാരികൾക്ക് GST ഒരു തരത്തിൽ അവർക്ക് ടാക്സ് അനുഗ്രഹമാണ്. പക്ഷേ ഈ ഉദ്യോഗസ്ഥരുടെ ചില കടുംപിടുത്തങ്ങൾ കാരണം അവർ ഇത് തലയെ കൈവച്ച് നിലവിളിക്കുന്നത് എത്രയോ പേര് വഴിയാധാരമായിട്ടുണ്ട്. എത്രയോ പേർ കച്ചവടം മതിയാക്കി പോയിട്ടുണ്ട്. കാരണം ഈ GST വകുപ്പിനെ കാരണം കച്ചവടം വേണ്ട, ഇനിയിപ്പോൾ ഈ കച്ചവടം ഇല്ലാതെ മറ്റു മേഖലകളിലേക്ക് GST ഇല്ലാത്ത മേഖലകളിൽ തിരിഞ്ഞ ഒരുപാട് പേരെ പരിചയമുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ KN ബാലഗോപാലിൻ്റെ കാലത്ത് GST പൂച്ചയെപ്പോലെ കണ്ണടച്ചിരുന്ന് പാലുടിക്കുകയായിരുന്നു. വേറെ ആരും കാണുന്നില്ല. പക്ഷേ എല്ലാവരും കാണുന്നുണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ GST പുതിയ സർക്കാർ വന്ന ശേഷം GSTയോട് കൃത്യമായിട്ട് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അല്ലേ. എന്തൊക്കെയായിരുന്നു ആ വിവരങ്ങൾ? രസകരമാണ് കേൾക്കാനൊക്കെ. തീർച്ചയായിട്ടും ഈ GST വകുപ്പിൻ്റെ കണ്ടെത്തലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കും വരുന്നതിന് മുമ്പ് നമുക്ക് മറ്റു ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാം. അത് ഇതിൻ്റെ ഒരു ഭീകരത വ്യക്തമാക്കുന്നതാണ്. രാജേഷ് പറഞ്ഞതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ട്, കഴിഞ്ഞ സർക്കാരിൻ്റെ ദുരൂഹമായ ഇടപെടലുകളുണ്ട്. ഞാനത് അങ്ങനെ തന്നെയാണ് പറയുന്നത്. നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് താങ്കൾ പറഞ്ഞതുപോലെ ബാലഗോപാൽ ധനമന്ത്രിയായിരുന്ന കാലത്ത് GST വകുപ്പ് ഈ കാര്യത്തിൽ വലിയ അലംഭാവമാണ് കാണിച്ചത്, മെല്ലെപ്പോക്കാണ് കാണിച്ചത്. ഒരു തരത്തിലും ഈ വിഷയങ്ങൾ, അതായത് കോടികളുടെ ഇടപാട് നടന്നപ്പോൾ അതിനെ നിരീക്ഷിക്കാനോ അതിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള മാൽപ്രാക്ടീസുകൾ, ക്രമക്കേടുകൾ അത് കണ്ടെത്താനോ അതിനെ തടയിടാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സംസ്ഥാന GST വകുപ്പ് ഈ കാര്യത്തിൽ ഇപ്പോൾ അതിശക്തമായ നിലപാടെടുത്തിരിക്കുന്നു. ഗവൺമെൻറ് മാറിയപ്പോൾ ഉദ്യോഗസ്ഥർക്ക് അതിനുള്ള അനുമതി കിട്ടി, അവർ കൃത്യമായിട്ട് നടപടിയെടുത്തു. ഇതാണ് ഇതിൽ നിന്ന് പരമാർത്ഥമാണ്. നമുക്കിതിനകത്ത് വേറെ ഒന്നും ചിന്തിക്കാനില്ല. വളരെ കൃത്യമാണ്. മുകൾ തട്ടിൽ നിന്ന് ഇടപെടൽ ഉണ്ടായില്ല, ഉദ്യോഗസ്ഥർ അവരുടെ ജോലി ചെയ്യുന്നു. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് GST വകുപ്പ് നിയമോപദേശം അടക്കം തേടിയിരിക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവർ കേന്ദ്ര ഏജൻസികളുടെ സഹായം തേടിയത്. അതായത് ED പോലെ അല്ലെങ്കിൽ CBI പോലെ ഒരു ഏജൻസി ഈ കേസ് അന്വേഷിക്കണം എന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് GST വകുപ്പ് വളരെ കൃത്യമായിട്ട് അവർ അതിൻ്റെ വകുപ്പും ചട്ടങ്ങളും ഒക്കെ അന്വേഷിച്ച് ഏതാണ്ട് അവരൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. കാരണം ഇത് അവരുടെ കയ്യിൽ നിൽക്കില്ല ഈ അന്വേഷണം. അല്ല, അത് തീർച്ചയായിട്ടും അവർക്ക് വളരെ നേരത്തെ അറിയാം ഇതൊക്കെ ഇങ്ങനെ വരുമെന്ന്. പക്ഷെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുകളിലിരിക്കുന്ന ആൾക്കാർ നടത്തുന്ന ഇടപെടൽ, ഈ പച്ചപ്പാവങ്ങളായ കച്ചവടക്കാർക്കെതിരെ കാണിക്കുന്ന അമിത ശുഷ്കാന്തി ഇവിടെ കണ്ടില്ലല്ലോ. തീർച്ചയായിട്ടും അതെന്താണെന്ന് വെച്ചാൽ GST ഇന്റലിജൻസ്, GST മറ്റേ സൂപ്പർ സ്ക്വാഡ്, അങ്ങനെ എന്തൊക്കെയായിരുന്നു ഇവര് പറന്ന് ടാക്സ് അടിക്കുന്ന അവർക്ക് വേണ്ടി GSTയിൽ തടയിടാൻ ഇടപെടൽ നടത്താൻ ആളില്ല. അതേസമയം ഇവിടെ ആളുണ്ട്. അതാണ് വ്യത്യാസം. ഇവരെക്കാൾ ഉദ്യോഗസ്ഥരെക്കാൾ പവർഫുള്ളായിട്ടുള്ള ആൾക്കാർ ഇടപെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ മെല്ലെ പോകും, അല്ലെങ്കിൽ അവരലംഭാവം, അവർക്ക് ആലസ്യമുണ്ടാകും, ഒക്കെ സംഭവിക്കും. പിന്നെ ബ്രഹ്മാവിനാണോ ആയുസ്സിന് പഞ്ഞമെന്ന് ഒരു പഴഞ്ചൊല്ലുള്ളതുപോലെ ഈ ഉദ്യോഗസ്ഥർക്ക് അവർക്ക് നിയമം നന്നായിട്ട് വ്യാഖ്യാനിക്കാൻ അറിയാം. അവരത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് ഊളിയിടും. ഇരിക്കട്ടെ, ഇത് എന്തുകൊണ്ട് CBIയും EDയും ഒക്കെ അന്വേഷിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതിൻ്റെ രാജ്യാന്തര ബന്ധമാണ്. അത് വളരെ വ്യക്തമാണ്. കാരണം ഇത് ഇവിടെ അങ്ങ് നിൽക്കില്ല. ഈ പണം 126 കോടി വിദേശത്തേക്ക് അയച്ചു എന്ന് പറയപ്പെടുന്നു അല്ലേ. ഇത് അയച്ചതിൻ്റെ GST അടച്ചിട്ടില്ല.
അപ്പോൾ അതിന് ചോദിക്കുമ്പോൾ ഈ സ്പോൺസർ പറയുന്ന മുട്ടാപ്പോക്ക് മറുപടി എന്താണെന്നും കൂടി നമ്മൾ കേൾക്കണം. കേൾക്കാൻ പറ്റില്ല, വലിയവായി വിളിച്ചു പോകും. അതെ അതെ. പിന്നെ അതായത് എൻ്റെ പോക്കറ്റിലെ പണമാണ് പോയത്, അത് മെസ്സി വരുന്നില്ല എന്ന് പറഞ്ഞു. മെസ്സി വരുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനീ പണം അടയ്ക്കണം? ഇതാണ് തിരിച്ചു ചോദിക്കുന്നത്. നമ്മൾ ഈ പണം അടയ്ക്കുമ്പോൾ തന്നെ ഇവിടെ ഇതിൻ്റെ ടാക്സ് കെട്ടണം എന്നുള്ളത് നിയമമാണ്, വിദേശ നാണ്യ വിനിമയ ചട്ടമാണ്. അതെ, ഫെമയുടെ ലംഘനം നടന്നിരിക്കുന്നത് അങ്ങനെയൊക്കെയാണ്. പിന്നെ രണ്ട്, ഈ പറഞ്ഞതുപോലെ ഈ പണം കൃത്യമായിട്ട് മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണോ കൊടുത്തത്? അതുപോലും സംശയാസ്പദമല്ലേ, അതുപോലും ദുരൂഹമല്ലേ? ഇത് മറ്റെന്തെങ്കിലും ഒരു ക്രമക്കേടിൻ്റെ ഭാഗമാണോ? മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സാമ്പത്തിക ഇടപാടാണോ ഇത്? ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. അത് GST വകുപ്പിന് ആ ഉത്തരം കൊടുക്കാൻ കഴിയുകയുമില്ല. സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു ഏജൻസിക്ക് അത് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയില്ല എന്ന് വ്യക്തമാണ്. കാരണം ഇത് ഒരു വശത്ത് കേരളവും കേരളത്തിലെ ആൾക്കാരും സ്പോൺസറും ഒക്കെയാണ്, മറുവശത്ത് വിദേശത്താണ് ആൾക്കാർ. വിദേശത്തേക്കാണ് ഈ പണം കൈമാറിയിരിക്കുന്നത്. ഇനി രാജേഷ് പറഞ്ഞതുപോലെ ഈ 126 കോടിയുടെ കഥകളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം, ഇത് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരൊക്കെ ചോദിച്ചപ്പോൾ ഈ സ്പോൺസർ വളരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ GST വകുപ്പ് ഇപ്പോൾ അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നത് ഇത് സ്പോൺസറുടെ പണമല്ല. സ്പോൺസർ പറഞ്ഞത് എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്ത പണമാണെന്ന്. പക്ഷേ ഇത് സ്പോൺസറുടെ പണമല്ല, 2 പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളുടെ പണമാണ് ഇതിനകത്തുണ്ട്. വേറെ ആൾക്കാരുടെ പണം കാണുമായിരിക്കും, നമുക്കറിയില്ല. പക്ഷെ 2 പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളുടെ പണം ഇതിലുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് GST വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നു. എന്ത് ഈടിലാണ് ഈ പണം? വായ്പയാണോ അതോ അത് അവിടെയാണ്. അങ്ങനെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ധനകാര്യ സ്ഥാപനം ഇങ്ങനെ പണം കൊടുക്കണമെങ്കിൽ അതൊരു വാണിജ്യ വായ്പയായിരിക്കും. മനസ്സിലായില്ലേ? വാണിജ്യ വായ്പ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ഓടി പോലെ. അങ്ങനെ അതിന് പല നിയമപരമായിട്ട് തന്നെ അതിനുള്ള മാർഗങ്ങളുണ്ട്. ആ പണം ഇന്ത്യക്ക് പുറത്തു പോകാൻ പാടില്ലല്ലോ. പക്ഷെ ആ പണം ഇന്ത്യക്ക് പുറത്തു പോകാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവരുടെ ഈ ബിസിനസ്സിനെ ആശ്രയിച്ചിരിക്കും. നിക്ഷേപം അങ്ങനെയല്ല. ഒരാൾ ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ട് നടത്തുന്ന ആളാണെന്നിരിക്കട്ടെ, നമുക്ക് പറയാൻ പറ്റുമോ ആ പണം ഇന്ത്യക്ക് പുറത്തായ ആ ആള് ഇന്ത്യക്ക് പുറത്തേക്ക് അത് കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. അയാളത് നിക്ഷേപിച്ച് അവിടുന്നുള്ള അയാൾക്ക് അവിടുന്ന് ഒരു കാര്യം ഇമ്പോർട്ട് ചെയ്യാനാണെങ്കിൽ ഈ വായ്പ എടുത്ത പണത്തിൽ നിന്നായിരിക്കും അയാൾ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുന്നത്. പക്ഷെ അതിനെല്ലാം വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞതുപോലെ ഈ രജിസ്ട്രേഷൻ ചാർജും അതായത് കമ്പനി ആക്ട് അനുസരിച്ചുള്ള ചട്ടങ്ങളെല്ലാം പാലിച്ചായിരിക്കും അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൊടുക്കുന്ന പണത്തിന് കൃത്യമായ നികുതിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതിൻ്റെ ഈ പറഞ്ഞതുപോലെ രജിസ്ട്രേഷൻ ഫീസ്, മറ്റ് കാര്യങ്ങളൊക്കെ, അതിന് കുറേ ഈ വാണിജ്യ വായ്പ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് എന്തിനാണ് ഈ വാണിജ്യ വായ്പ അത് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തണം. ആർക്കാണ് ഈ പണം, അതായത് ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഈ പണം ചെലവഴിക്കുന്നതെങ്കിൽ അത് ആർക്കാണ് കൊടുക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതൊന്നും ഇവിടെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. ഈ 2 ധനകാര്യ സ്ഥാപനങ്ങളിൽ, ഒരു സ്ഥാപനത്തിൽ നിന്ന് ഏതാണ്ട് 73.25 കോടി അങ്ങനെ എന്തോ ആണ്, ഒരു സ്ഥാപനത്തിൽ നിന്ന് ഏതാണ്ട് 133 കോടി രൂപ. ഇങ്ങനെയാണ് ഇതിൽ 206 കോടി രൂപയുടെ കണക്കാണ് ഈ GST വകുപ്പ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ GST വകുപ്പിന് തന്നെ ഉറപ്പുണ്ട് ഇത് 206 കോടിയിൽ നിൽക്കില്ല. അവരാദ്യം പറഞ്ഞത് 126 കോടി രൂപ വിദേശത്ത് കൊടുത്തു, അതിനേക്കാൾ 100 കോടി കൂടുതൽ പിരിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇത് പിരിച്ച പണമാണെന്നും ഇത് സ്പോൺസറുടെ കയ്യിലുള്ള പണമല്ല എന്നുമാണ് GST വകുപ്പ് പറയുന്നത്. നമ്മളാരുമല്ല പറഞ്ഞത്, GST വകുപ്പ് പറഞ്ഞതാണ്. മനസ്സിലായില്ലേ സ്പോൺസർ എന്തിനാണ് CPM-ന് ഇങ്ങനെ അവസരത്തിലും അനവസരത്തിലും ഒക്കെ പിന്താങ്ങുന്നത്? അതെ, അതുകൊണ്ടാണ് രണ്ടും ഒരേ തോൽ പക്ഷികളാണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, ഇതിനകത്തൊരു വലിയ ദുരൂഹതയുണ്ട്. നമ്മൾ ഈ കാണുന്നതിനപ്പുറത്ത് ഈ ധനകാര്യ സ്ഥാപനത്തിൻ്റെ പണം മാത്രമാണോ ഇത്? അപ്പോൾ ഈ പറഞ്ഞതുപോലെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പണം, വേറെ ആരുടെയെങ്കിലും പണം ഈ വളഞ്ഞ വഴി കൂടെ ഇതിനകത്ത് വന്നിട്ടുണ്ടോ? റിവേഴ്സ് ഹവാലയാണോ ഇത്? ഇങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുണ്ട്. ആ ഉത്തരം കിട്ടണമെങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ GST വകുപ്പോ നമ്മുടെ സ്റ്റേറ്റിലെ ഏതെങ്കിലും ഒരു ഏജൻസിയോ അന്വേഷിച്ചാൽ പറ്റില്ല. അതുകൊണ്ട് ഇത് കേന്ദ്ര ഏജൻസികൾ തന്നെ അന്വേഷിക്കണം. അത് അവിടെ നിൽക്കട്ടെ. ഈ പറഞ്ഞതുപോലെ ഈ
സ്പോൺസർ പറയുന്നതനുസരിച്ച് എൻ്റെ പോക്കറ്റിൽ നിന്നെടുത്ത് കൊടുത്തു, എൻ്റെ പോക്കറ്റിൽ നിന്നെടുത്ത് കൊടുത്തു എന്നിങ്ങനെ നുണ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് GST വകുപ്പ് പറയുന്നത്. ഇനി ഈ പണം കൊടുത്തത് ഏത് കാലത്താണ്? 2025 ജൂണിനും 2025 ഒക്ടോബർ 31 ഇടയ്ക്കാണ്. ഏതാണ്ട് ജൂൺ പകുതിക്ക് ശേഷമാണ്. അപ്പോൾ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 3-4 മാസം കൊണ്ടാണ് ഈ ഇടപാടുകൾ നടന്നിരിക്കുന്നത്. ഇതിനിടയ്ക്ക് അന്നത്തെ കായിക മന്ത്രി അബ്ദുൾ റഹ്മാൻ പോവുകയും ചെയ്തു വിദേശത്ത്. വാസ്തവത്തിൽ അതിനൊക്കെ അനുമതി ഉണ്ടോ? ഇദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ ഇന്ന കാര്യത്തിന് വിദേശത്ത് പോയി ഇടപെട്ട് ആ കാര്യം നടത്തിയെടുക്കാനുള്ള അനുമതി കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? അതിന് ഉത്തരം പറയേണ്ടത് കേന്ദ്ര സർക്കാരാണ്. 13 ലക്ഷം ചെലവിട്ടാണ് പോയത് കണക്ക്. അല്ല, അത് തീർച്ചയായിട്ടും അതിനൊക്കെ അത്രയും ചെലവ് വരും. നമ്മളത് കുറച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കുട്ടിനാ ചന്തയ്ക്ക് പോയി എന്തിനു പോയി എന്നുള്ളൊരു പോയി അവിടെ സ്ഥലമെല്ലാം കണ്ട് തിരിച്ചു വന്നു എന്നാണ്. പക്ഷെ അതൊന്നും അല്ല, ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം കുട്ടിയാർ കൊല്ലത്തിന് പോയതുപോലെ കൊല്ലം കാണാൻ വേണ്ടി പോയി വെറുതെ കണ്ടിട്ട് തിരിച്ചു വന്നതാണോ, അതോ ഈ പണം കൃത്യമായിട്ട് അവിടെ എത്തി എവിടെയൊക്കെയാണോ ഈ പണം ആരുടെയൊക്കെ കൈകളിലാണോ എത്തേണ്ടത് അവിടെയൊക്കെ എത്തി എന്ന് ഉറപ്പിച്ച് മറ്റെന്തെങ്കിലും ഡീൽ അതിൻ്റെ പുറകിലുണ്ടോ? അതും അന്വേഷിക്കേണ്ടതാണ്. ഇതൊരു ചോദ്യമാണ്. ചോദ്യം ചോദിക്കേണ്ടത് മാധ്യമങ്ങളുടെ ധർമ്മമാണ്. നമ്മൾ ആ ചോദ്യം ചോദിക്കുകയാണ്. അല്ലാതെ നമുക്കിപ്പോൾ ഇതിനകത്ത് ഇന്നാരാണ് കുറ്റവാളി, ഇന്നാര് അത് ചെയ്തു, നമുക്ക് ആരെയും വിചാരണ നടത്തി ക്രൂശിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണ്. ശബ്ദമില്ലാത്ത പാവം ജനങ്ങൾ ഇവരെ 5 വർഷത്തിലൊരിക്കൽ ഇലക്ഷനിൽ വോട്ട് ചെയ്ത് ജയിപ്പിച്ച പിന്നെ 5 കൊല്ലത്തേക്ക് ഒരു നിവൃത്തിയില്ല. ഇവരെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അതൊക്കെ മന്ത്രി വിദേശത്ത് പോയത് എന്തിനാണെന്ന് വളരെ കൃത്യമായിട്ട് മന്ത്രി അംഗമായിരുന്ന മന്ത്രിസഭയിലെ തലവനായ മുഖ്യമന്ത്രിയും ഒക്കെ മറുപടി പറയേണ്ടതാണ് ജനങ്ങളോട്. അവർക്കതിനുള്ള ബാധ്യതയുണ്ട്. അല്ലാതെ നിങ്ങൾക്കാർക്കും ഇത് ഈ ഓട് പൊളിച്ചിറങ്ങാനല്ല നിയമസഭയിലേക്ക് അവസരം തന്നത്. ജനങ്ങളാണ് നിങ്ങളെ ജയിപ്പിച്ച് അങ്ങോട്ട് വിട്ടത്. അതുകൊണ്ട് ആ ജനങ്ങൾ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും മറുപടി പറയണം. ആ ജനങ്ങളുടെ സംശയം ദൂരീകരിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഈ 2025 ജൂൺ മുതൽ 2025 ഒക്ടോബർ വരെ ആണ് ഈ ഇടപാടുകൾ നടന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അന്ന് സംസ്ഥാനം ഭരിച്ചിരുന്ന സർക്കാരിന് വളരെ കൃത്യമായിട്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇതിനെ നമ്മൾ കൂട്ടി വായിക്കേണ്ടത് 2024 തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചടി കിട്ടി. ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടിയായിരുന്നു. ആലത്തൂരിലെ സീറ്റ് ജയിച്ചത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ആ ഒരേ ഒരു സീറ്റാണല്ലോ ജയിച്ചത്. പിന്നെ കടുത്ത മത്സരം നടന്നത് ആറ്റിങ്ങലാണ്. ആലപ്പുഴയിൽ പോലും അങ്ങനെ ഒരു വലിയ മത്സരം നടന്നു എന്ന് പറയാൻ കഴിയില്ല. ഇരിക്കട്ടെ, ഞാൻ ഈ ആലത്തൂരിലെ കാര്യം വളരെ വ്യക്തമാണ്. അത് രാധാകൃഷ്ണൻ എന്ന ആ വ്യക്തിയുടെ വ്യക്തിപ്രഭാവം കൊണ്ട് ഇടതുപക്ഷം ജയിച്ചതാണ്. ആറ്റിങ്ങലിലേക്ക് വന്നാലും വി ജോയിയുടെ ശക്തമായ ഒരു വ്യക്തിപ്രഭാവം അവിടെ CPM വലിയ ഗുണം ചെയ്തു. അതുകൊണ്ടാണ് 2ാം സ്ഥാനത്ത് ചെറിയ വോട്ടിനെങ്കിലും പിന്നിലായിപ്പോയത്. പക്ഷേ അവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ആലോചിക്കണം. ഈ ആലത്തൂരും ഈ ആറ്റിങ്ങലിലും അതുപോലെ തന്നെ ആലപ്പുഴയിലുമൊക്കെ BJP ശക്തമായ വെല്ലുവിളി ഉയർത്തി. ഈ ആലത്തൂർ പ്രൊഫസർ സരസ്വതി ടീച്ചർ ചെറിയ വെല്ലുവിളിയല്ല ഉയർത്തിയത്, ശക്തമായ വെല്ലുവിളി ഉയർത്തി. ഒരു പക്ഷേ സരസ്വതി ടീച്ചർ അവിടെ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ ആലത്തൂരും അവർ തോറ്റുപോയേനെ. കാരണം ആലത്തൂർ ഇടതുപക്ഷത്തിൻ്റെ ഉറച്ചു കോട്ട എന്ന് പറയുന്ന ആലത്തൂർ മുമ്പ് 8 നില പൊട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതും അതികായനാണ്, ചെറിയ ആളൊന്നുമല്ല പൊട്ടിയത്. PK ബിജു എന്ന് പറയുന്ന സകല UDF അനുകൂല തരംഗങ്ങളെയും അതിജീവിച്ച MP രാജേഷിനെ പോലെയും സമ്പത്തിനെ പോലെയും ഒക്കെ ഉള്ള 4-1 നേതാവാണ് PK ബിജു. ആ PK ബിജു ആണ് ഒരു പെൺകുട്ടിയോട് തോറ്റത്. അപ്പോൾ ഇക്കുറി അത് ജയിച്ചതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാം. ഈ ആറ്റിങ്ങലും മുന്നേറ്റം ഉണ്ടായെങ്കിൽ അതിൻ്റെ കാരണം ഇതാണ്. അവിടെയും BJP അതിശക്തമായി മത്സരിച്ചു. ഒരു പക്ഷേ അവിടെ നിന്ന് BJP ഇത്രയും ശക്തമായൊരു കാൻഡിഡേറ്റ് V മുരളീധരൻ അല്ല മത്സരിച്ചിരുന്നെങ്കിൽ കോൺഗ്രസ് കുറെ കൂടി കാര്യമായിട്ട് വോട്ട് നേടി വലിയ ഭൂരിപക്ഷത്തിന് അവിടെ വിജയിച്ചു. അടൂർ പ്രകാശും മോശക്കാരനല്ല. അടൂർ പ്രകാശ് സമ്പത്തിനെ മലർത്തിയടിച്ച ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 2024 ഞാൻ വിഷയത്തിൽ നിന്ന് വഴിമാറിപ്പോയതല്ല. 2024 പരാജയം അന്നത്തെ മുഖ്യമന്ത്രിയെയും പാർട്ടി നേതൃത്വത്തെയും ഒക്കെ വല്ലാതെ ഉലച്ചിട്ടുണ്ട്. ഇവരുടെ മനസ്സറിവില്ലാതെ ഇവരുടെ ചില
ഇടപെടലുകളില്ലാതെ ഈ പണം ഇങ്ങനെ വിദേശത്തേക്ക് പോകുമോ? മന്ത്രിസഭ അറിയാതെ, ഇത് മന്ത്രിസഭ, അതാണ് മന്ത്രിസഭ പോകില്ല. അറിയാതെ കായിക മന്ത്രി കൂടെ ഇടപെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു നീക്കം നടക്കുമോ? ഇനി എൻ്റെ ബലമായ സംശയം ഞാൻ പറയാം, ഇത് ധനകാര്യ സ്ഥാപനങ്ങളുടെ പണം എന്നൊന്നും കരുതണ്ട. അതിനും പിന്നിൽ ഇത് മറ്റാരുടെയൊക്കെയോ ഇടപെടലും മറ്റാരുടെയൊക്കെയോ ബിനാമി ഇടപാടുകളുമൊക്കെ ഇതിലുണ്ട് എന്ന് സംശയിച്ചാൽ, അങ്ങനെ സംശയിക്കുന്നവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ന്യായമായ അല്ല, എന്ത് ഈടിന്മേലാണ് ധനകാര്യ സ്ഥാപനം, 2 ധനകാര്യ സ്ഥാപനങ്ങൾ 100-ൽ പരം കോടി രൂപ വായ്പയായോ എന്ത് തരത്തിലായാലും ഓടിയായാലും ഒരു സാമ്പത്തിക സഹായമായി നൽകിയതെന്നുള്ളത് അറിഞ്ഞാൽ കൊള്ളാം. അല്ല, അതിനാണ് വളരെ കൃത്യമായിട്ട് ഒരു GST വകുപ്പ് ഇപ്പോൾ പറഞ്ഞത്, അതറിയണമെങ്കിൽ EDയോ CBIയോ ഒക്കെ അന്വേഷിക്കണം. കാരണം GST വകുപ്പിന് ഇത് അന്വേഷിക്കാനുള്ള അധികാരമില്ല. അവർക്ക് ടാക്സ് വെട്ടിപ്പിനുമായി ബന്ധപ്പെട്ട GST അടച്ചോ, അതായത് നമ്മുടെ ഈ GSTയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന തട്ടിപ്പുകൾ, ക്രമക്കേടുകൾ, ടാക്സ് വെട്ടിക്കൽ, ഇതൊക്കെയാണ് അവർക്ക് അന്വേഷിക്കാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് ഇതിന് ചില മാനങ്ങളുണ്ട് എന്ന് GST വകുപ്പ് ചൂണ്ടിക്കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും സർക്കാർ അത് ഗൗരവത്തിലെടുക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു സ്പെഷ്യൽ ടീം, ഒരു CBIയുടെയും EDയുടെയും ഒക്കെ ഉദ്യോഗസ്ഥരടങ്ങുന്ന ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആണ് ഇത് അന്വേഷിക്കേണ്ടത്. ഈ വിഷയത്തിൽ വളരെ ശക്തമായ ഒരു അന്വേഷണം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വന്നു എന്ന് പറയപ്പെടുന്ന പണത്തിൻ്റെ ഉറവിടം എന്താണ്, ആരാണ്, എവിടെയാണ്, അത് ഈ ധനകാര്യ സ്ഥാപനത്തിൻ്റെ പണമാണോ അതോ മറ്റാരുടെയെങ്കിലും പണമാണോ? ഇത് ആദ്യത്തെ സംഭവമാണോ? അതും വളരെ അന്വേഷിക്കേണ്ടതാണ്. ഇതിനു മുമ്പ് ഇങ്ങനെ നടന്നിട്ടുണ്ടോ? ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങൾ ഇതിനു മുമ്പ് ഏതെങ്കിലും തരത്തിൽ വായ്പ കൊടുത്തിട്ടുണ്ടോ? മാത്രമല്ല, ഈ ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നേരെ മുമ്പും ചില അന്വേഷണങ്ങൾ നടന്നതായിട്ട് ചില സൂചനകളുണ്ട്. ഞാനിപ്പോൾ അവരുടെ പേരുകളൊന്നും പറയുന്നില്ല. അപ്പോൾ അത് ED ഉൾപ്പെടെയുള്ള അന്വേഷണം നടന്നതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എങ്കിൽ അതെന്തിനായിരുന്നു, അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്, അതിന് ഇതുമായിട്ട് ബന്ധമുണ്ടോ, ഇതൊക്കെ ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങളാണ്. നമ്മുടെ കേരളത്തിലെ ഒരു റിയൽ എസ്റ്റേറ്റ് ഒരു കെട്ടിട നിർമ്മാതാവ്, അദ്ദേഹം പാപ്പരാണ്. 400 കോടി രൂപയാണ് ഇൻകം ടാക്സ് അദ്ദേഹത്തിന് ഫൈൻ അടിച്ചു കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ ഓരോരോ നികുതി ക്രമക്കേടുകൾ കണ്ടത് 400 കോടി, വലിയ ഫ്ലാറ്റ് നിർമ്മാതാവാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഇൻകം ടാക്സിനൊക്കെ വളരെ ശ്രദ്ധയുണ്ട്. പക്ഷെ ഇതിൽ മാത്രം അവർക്ക് എന്തോ ഇത് ഇൻകം ടാക്സ് ശ്രദ്ധിക്കാത്തതല്ല, ഇത് വളരെ കൃത്യമായിട്ട് പറയട്ടെ. ഇത് ഇത്രയും വലിയ തുകയാണ് ഇടപാട് നടന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരിതൊന്നും അന്വേഷിക്കാതിരിക്കില്ല. അവരുടെ കയ്യിൽ ഇപ്പോൾ രാജ്യത്തു നിന്ന് 1.29 ലക്ഷം കോടി രൂപയാണ് വിദേശത്തേക്ക് പോയിരിക്കുന്നതെന്ന് കണ്ടെത്തി 350-ലധികം റെയ്ഡുകളും മറ്റും നടത്തിയിട്ട് നിൽക്കുകയാണ് നമ്മുടെ ED. അതുപോലൊരു കേസ് അതുകൊണ്ടാണ് ഇപ്പോൾ വീണയ്ക്കെതിരായ അന്വേഷണത്തിൽ കർക്കശമായൊരു നിലപാടിലേക്ക് ED വന്നിരിക്കുന്നത്. വിദേശത്തേക്ക് പണം അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ 1.29 ലക്ഷം കോടിയിൽ ഇതും ഉൾപ്പെടും. ഈ തുകയും വരും. ഈ 126 കോടി രൂപ പോയതും അതിനകത്ത് വരും. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം, ഈ ധനകാര്യ സ്ഥാപനങ്ങളുടെ പണം ധനകാര്യ സ്ഥാപനങ്ങൾക്ക് എവിടുന്ന് കിട്ടി? അവരുടെ ബിസിനസ് നടത്തി ഉണ്ടാക്കിയ ലാഭമാണോ? അവർ പരസ്യത്തിന് വേണ്ടി ചെലവഴിക്കാൻ വെച്ചിരുന്ന പണമാണോ? എല്ലാവർക്കും അങ്ങനെ ഉണ്ടല്ലോ. വലിയ കോർപ്പറേറ്റുകൾക്കെല്ലാം ഓരോ വർഷം അവർ ബജറ്റ് ഉണ്ടാവും അവർക്ക്. അപ്പോൾ അതിൽ ഫണ്ട് ഇങ്ങനെ മാറ്റിവെക്കും. ഇത് പിന്നെ പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്ര കോടി രൂപ, അതുപോലെ തന്നെ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്ര കോടി രൂപ, അതുപോലെ ഈ ജീവനക്കാരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഇത്ര കോടി രൂപ, ഇങ്ങനെ അവർ ഫണ്ട് അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ അതുപോലെ ഇവരങ്ങനെ ഫണ്ട് അലോക്കേറ്റ് ചെയ്ത് വെച്ചിരുന്നത് പരസ്യത്തിന് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്നതാണോ? അങ്ങനെയെങ്കിൽ ഇവരുടെ ലാഭ ഡീറ്റെയിൽസ്, ഇവരുടെ പ്രോഫിറ്റ് ഡീറ്റെയിൽസ് അത് EDക്ക് പരിശോധിക്കേണ്ടതാണ്. അത് ഈ പറഞ്ഞതുപോലെ കൃത്യമായിട്ടും പ്രോഫിറ്റ് വിഹിതമാണോ, ലാഭവിഹിതമാണോ ഇവരെടുത്ത് ചെലവഴിച്ചിരിക്കുന്നത്, ഇതൊക്കെ അറിയണം, ഇതൊക്കെ അറിയേണ്ടതാണ്. അതോ ഇത് മറ്റു വല്ലവരുടെയും ബിനാമി ഇടപാടുകൾ ഇതിനകത്തുണ്ടോ? പണം വിദേശത്തെത്തിച്ച് അവിടെ സുരക്ഷിതമായിട്ട് നിക്ഷേപിക്കാൻ വേണ്ടി നടത്തിയ നീക്കമാണോ? ഇതൊക്കെ ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങളാണ്. അതുകൊണ്ട് GST വകുപ്പ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നടപടി അല്ലെങ്കിൽ നിലപാട് വളരെ ശരിയാണ്. കാരണം ഇത് അവരുടെ കയ്യിൽ നിൽക്കില്ല.
അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് ED പോലെ ഏതെങ്കിലും ഒരു ഏജൻസി അന്വേഷിച്ചേ മതിയാവുള്ളൂ. ഇത് വളരെ കൃത്യമായിട്ട് അന്വേഷണം കേവലം ഈ സ്പോൺസറിലും ഈ ധനകാര്യ സ്ഥാപനങ്ങളിലും മാത്രം ഒതുങ്ങില്ല. ഇതിൻ്റെ അപ്പുറത്തെ എൻഡിൽ ആരൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പുറത്തു വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ എൻഡിൽ ഒളിച്ചിരിക്കുന്ന പൊയ്മുഖങ്ങൾ ഏതൊക്കെയാണ്? ഈ ധനകാര്യമന്ത്രിയായിരുന്ന KN ബാലഗോപാൽ, അദ്ദേഹം അറിയാതെയാണോ ഇങ്ങനൊരു കാര്യം നടന്നത്? അദ്ദേഹത്തിൻ്റെ തന്നെ അദ്ദേഹം കൂടി അംഗമായിരിക്കുന്ന മന്ത്രിസഭയിലെ മറ്റൊരംഗം, ഒരു കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി, അദ്ദേഹം വിദേശത്ത് പോയതും ഈ ഇടപാടുകളൊക്കെ ചരട് വലിച്ചതും ചുക്കാൻ പിടിച്ചതും ഒന്നും ധനമന്ത്രി അറിഞ്ഞിട്ടില്ലേ? ധനമന്ത്രി അറിയാതെ ധനമന്ത്രിയുടെ കണ്ണ് മൂടിക്കെട്ടിക്കൊണ്ടാണോ ഈ കാര്യങ്ങൾ നടന്നിരിക്കുന്നത്? ഇതിനൊക്കെ ഉത്തരം കിട്ടണം. അപ്പോൾ മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വമുണ്ട്. ഇല്ലെങ്കിൽ പറയണം അവർ, മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വം ഇല്ലായിരുന്നു, ഓരോരുത്തരും തോന്നിയ വഴിക്ക് പ്രവർത്തിച്ചു, മുഖ്യമന്ത്രിയുടെ വഴിക്ക് പോയി, കായികമന്ത്രിയുടെ വഴിക്ക് പോയി, ധനമന്ത്രി ആകാശത്ത് നോക്കിയിരിക്കുകയായിരുന്നു എന്നുള്ളത് പറഞ്ഞാൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവിടെ കൃത്യമായിട്ട് അവിടെ ഈ മന്ത്രിസഭയ്ക്ക് ഒന്നാകെ ഇതിന് മറുപടി പറയാൻ ബാധ്യസ്ഥതരാണ് അവർ. ഉത്തരം പറഞ്ഞേ മതിയാവുള്ളൂ. നമുക്ക് അതിന് കാത്തിരിക്കാം. എന്താണ് ഇതിൻ്റെ മറുപടി എന്ന് അന്നത്തെ ഭരണപക്ഷം, ഇന്നത്തെ പ്രതിപക്ഷം അവർ വാ തുറന്നേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അന്നത്തെ ധനമന്ത്രിയായിരുന്ന ആൾ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ കൃത്യമായി മറുപടി പറയേണ്ടതാണ്. സ്പോൺസർ ചില രേഖകളൊക്കെ ഉയർത്തി കാട്ടിയിരുന്നു. ഈ വിഷയം വലിയ വിവാദമായപ്പോൾ ചില പത്രങ്ങളെയും വെല്ലുവിളിച്ചു, കഴിവുണ്ടെങ്കിൽ തെളിയിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ സ്പോൺസർ ഇവിടെ തൻ്റെ വിശദീകരണം നൽകേണ്ടത് ഇൻകം ടാക്സിനോടും EDയോടും പിന്നെ GST വകുപ്പിനോടൊപ്പം തന്നെയാണ്. നമുക്കും അറിയാൻ താല്പര്യമുണ്ട്, ആകാംക്ഷയുണ്ട്. എന്താണ് മെസ്സി വരാത്തതിന് പിന്നിലെ 200-ൽ പരം കോടി രൂപയുടെ ആ കളിയെന്ന്?